നാട്ടിലെ പ്രധാന ഉത്സവം കഴിഞ്ഞതിന്റെ അല്ലെങ്കിൽ പൂരം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം നാട്ടുകാരുടെ ചർച്ച. സുധീഷ് ഇത് വെറുതെ ഗ്രൂപ്പിൽ വന്നുകൊണ്ട് വെറുതെ ഓരോന്ന് വിളിച്ചു പറയരുത്. ഇന്നലെ ഗാനമേള നല്ല കിണ്ണം കാറ്റി ഗാനമേളയായിരുന്നു. നല്ല അടിച്ചപൊളി വെടിക്കട്ടെ താമർത്തി തീമർത്തി. ആ അതൊക്കെ എന്റെ ഫോണിലെ കാട്ടത്തിലുണ്ടല്ലോ. വെറുതെ കുറ്റം പറയാ. ആകെ ഗാനമേളയ്ക്ക് ആ മെലിഞ്ഞൊരു ചെങ്ങായില്ലായിരുന്നു. അങ്ങനെ രണ്ടാൾക്കാര് പാടിയ മാത്രമല്ല എല്ലാം ബോറായിട്ടുള്ളൂ. ബാക്കി കൂടുതൽ അടിപൊളിയായിരുന്ന റിയാലിറ്റി ഷോ പിള്ളേരൊക്കെ താമർത്തിയെ. ആൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പാടി വെച്ചിട്ട് മോശ. ഈ വെറുതെ നാട്ടിലെ ചെക്കന്മാരെ മാറി കളയലോ. ഇപ്പത്തെ ചെങ്ങായി എന്താണ് ആ സുഖി എത്രയാ സ്വർണ്ണമായിട്ട് താല്പര്യം എടുക്കുന്ന സമയത്ത് താല്പര്യമൊക്കെ എടുപ്പോ ഇത്രയൊക്കെ സ്വർണ്ണം ഉണ്ടാവും എല്ലാ ആവശ്യമുണ്ടോ? പ്രഭാഷണൊക്കെ നല്ല നന്നായി. ഭഗവാന്റെ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് കാര്യങ്ങളൊക്കെ ഉഷാറായിരുന്നാ തോന്നണേ. എങ്ങനെ ഉണ്ടായിരുന്നോ? കൊള്ളായിരുന്നോ? ഞങ്ങള് കണ്ടില്ലെന്ന് ചോദിച്ചാല് ഞങ്ങൾ ഈ ഭാരവാഹികൾക്ക് പരിപാടി ഉത്സവം നടത്താന്നുള്ളതാണ്. പക്ഷെ അത് പലപ്പോഴും ആസ്വദിക്കാൻ കഴിയാറില്ല. കാരണം അവിടെ പോണം, ഇവിടെ പോണം, ആ കണക്ക് ഈ കണക്ക്, വെടിക്കാരനെ ശരിയാക്കണം, അവിടെ പന്തല് ശരിയാക്കണം, അങ്ങനെ ഓടി നടക്കല്ലേ. പരിപാടി അവിടെ നടക്കുന്നുണ്ട്, ഞങ്ങളും ഇങ്ങനെ ഓടുന്നുണ്ട്. അതാണ് എപ്പോഴും ഉണ്ടാവാറുള്ളതേ. ആ ആ അല്ല, ഉച്ചയ്ക്ക് അന്നദാനത്തിലൊന്ന് പങ്കെടുത്തു. വിശപ്പല്ലേ, ഭക്ഷണം കഴിക്കണ്ടേ, അതുകൊണ്ട് അന്നദാനം ഉഷാറായിരുന്നു മനസ്സിലായി. ബാക്കിയൊക്കെ എങ്ങനെയായിരുന്നു പരിപാടി? ആ ആ ആ ശരി. അപ്പൊ ഞാനേ ഇപ്പൊ ഒന്ന് കിടക്കട്ടെ. 3-4 മാസമായിട്ട് ഉത്സവത്തിന്റെ പിന്നാലെ തന്നെ അല്ലായിരുന്നോ? ഭയങ്കര ക്ഷീണം. എന്തായാലേ നമുക്ക് ബാക്കി കണക്കൊന്നും അങ്ങോട്ട് ശരിയാക്കണം. അടുത്ത മീറ്റിംഗിൽ തന്നെ അതങ്ങോട്ട് അവതരിപ്പിക്കണം. പിന്നെ അതങ്ങോട്ട് കഴിഞ്ഞല്ലോ. ആ ആ ആ ശരി, ഓക്കെ. വീഡിയോ ഇഷ്ടമായാൽ ജോയിൻ അഥവാ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ വിജയം.